ഒരു ദിവസം ഫുള്ള് അടിച്ച് പൊളിക്കാനായിട്ടൊരു സ്പോട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ട് ഏതാണെന്ന് അറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കാം. പെർ ഹെഡ് 300 കൊടുത്ത് രാവിലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. അവിടെ ചെന്ന് നിങ്ങൾക്ക് പെഡൽ ബോട്ടിങ് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ കയാക്കിങ് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ ഒറ്റക്കാണ് പോകുന്നതെങ്കിൽ കയാക്കിന് ഒരു 50 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ കയാക്കി ഇറങ്ങിയപ്പോഴേക്കും ഒരു അടിപൊളി മഴയും കൂടി പെയ്തു. നിങ്ങളൊരു ഗ്രൂപ്പായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട്. കൊട്ടവഞ്ചി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി കളിക്കാൻ പറ്റും. ഭയങ്കര അടിപൊളിയാണത്. നിങ്ങൾ വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഒരു 150 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വേമ്പനാട്ട് കായലിലൂടെ ഒരു അടിപൊളി സ്പീഡ് ബോട്ട് ഡ്രൈവ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. 300 രൂപയുടെ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫുഡാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കക്കയും അതേപോലെ ചെമ്മീനൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്തെടുക്കുക. എല്ലാത്തിനും 100 രൂപയാണ് വരുന്നത്. ഞണ്ടിന് മാത്രമാണ് 150 രൂപ വരുന്നത്. പപ്പടവും കായത്തോരനും അച്ചാറും മീൻ പൊരിച്ചതും നല്ലൊരു മീൻ കറിയും അതുപോലെ തന്നെ അവിയലും ചോറും ആയിട്ടുള്ളൊരു അടിപൊളി ഊണ്. ചോറിൻ്റെ കൂടെ കുറച്ച് കക്കറച്ചിയും കുറച്ച് ചെമ്മീനും ആ സാമ്പാറൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാണ്ടല്ലോ ഏതാ സാധനം എന്നറിയോ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ 300 രൂപ മുതലാവുന്ന ഒരു സ്പോട്ടാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീമും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. വെറും 300 രൂപയ്ക്ക് ഒരു ചായയും ഉച്ചക്ക് ഊണും അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമും പിന്നെ കുറേ ആക്ടിവിറ്റീസും നല്ല പീസ്ഫുൾ ആയിട്ടൊരു സ്പോട്ട് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട, വൈക്കം ചെമ്പിനടുത്തുള്ള പാലക്കാരി മത്സ്യഫെഡ്. അപ്പോൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ കണ്ടന്റിന് വേണ്ടി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക.